പൊന്നോ ഇത് ഇപ്പോഴും കിട്ടില്ല പോണത്. ഇത് സൗണ്ട് ഒരു രക്ഷയില്ല. ഗ്രൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര സെറ്റ്. പക്ഷെ മാസ്റ്ററിനെ പോലെ തന്നെ ചന്ദ്രു പണ്ട് DC കളിക്കുമ്പോ നമുക്ക് ഇവിടെ വേറെ ആരെയും ടാർഗറ്റ് ഉണ്ടായില്ല, ചന്ദ്രനായിരുന്നു നമ്മുടെ ടാർഗറ്റ്. എന്തിനാടാ സ്നൈപ്പ് ഇതൊക്കെ പറയാൻ പോകുന്നത് ഇപ്പം? ഇപ്പൊ ഇതൊക്കെ എന്തിന് പറയണം? ഒന്നാമത് ഇവന്റെ ഇതുകൊണ്ട് സഹിക്കാൻ വയ്യാതെ ഗതികെട്ടിരിക്കുക. എന്തിന് ഇതൊക്കെ പറയുന്നേ? നമ്മുടെ ടാർഗറ്റ് ചന്ദ്രനായിരുന്നു. പക്ഷെ വേറെ കാര്യം പറയാം, DC-യിലെ വാറില് ഒറ്റയ്ക്ക് ഒരു വണ്ടി എടുത്ത് ഫൈറ്റ് ഇനിഷ്യേറ്റ് ചെയ്തോണ്ടിരുന്നത് ചന്ദ്രൻ മാത്രമാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാരണം ചന്ദ്രൻ ആ റോള് കളിക്കാന്ന് സ്വന്തമായിട്ട് നമ്മളെ ഓഫ്ലൈൻ മീറ്റിംഗിൽ ചന്ദ്രനായിട്ട് സ്വന്തമായിട്ട് പറഞ്ഞ, നമ്മളിങ്ങനെ ചോദിച്ചാ ഈ റോൾ ആർക്ക് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പൊ ചന്ദ്രൻ പറഞ്ഞ് ഞാൻ ഇത് ചെയ്തോളാം എന്ന് പറഞ്ഞു. ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ, ഇവിടെ ഈ DC എന്ന് പറഞ്ഞ സാത്താന്റെ ഗാങ്ങായിരുന്നു. അതെ, അതിനകത്തുള്ളവരായിരുന്നു സ്നൈപ്പ്. പിന്നല്ലാതെ ഇറ്റാച്ചി സ്നൈപ്പ് പിന്നെ എവിടെയായിരുന്നു? അത് അവനായിട്ട് ഏറ്റെടുത്ത് അത് ചെയ്ത് ഇതാക്കിയതാ. പക്ഷെ അവൻ എങ്ങനെയാണോ ഓഫ്ലൈനിൽ അത് പ്രാക്ടീസ് ചെയ്ത് അതുപോലെ വാറിൽ അവൻ അത് ഇനിഷ്യേറ്റ് ചെയ്തു. TRP ടൈമില് ചന്ദ്രന്റെ പ്രൈം ടൈം എന്ന് വെച്ചാൽ ഇപ്പോഴും ചന്ദ്രൻ ഗ്രൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റാണ്. ആ ടൈമിൽ TV-യിൽ എപ്പോഴും പിക്ക് എടുക്കുന്ന ഒരാൾ ചന്ദ്രൻ. കുറച്ചധികം ഇറങ്ങുന്നുണ്ട് ഈയിടെയായിട്ട്. നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, ഇത് എപ്പോഴാണ് കൂടുന്നതെന്ന് അറിയാമോ? ചന്ദ്രൻ ചിലപ്പോൾ 1-2 ദിവസം ഗ്യാപ്പ് ഒക്കെ എടുത്ത് വീട്ടിലോട്ട് പോകും. ആ സമയത്ത് മെയിൻ സ്ട്രീമുകളിലെല്ലാം ഇവന്റെ തല ഇങ്ങനെ തിളങ്ങി നിൽക്കണം. അപ്പൊ കുറെ പടപടപടപടപടേന്ന് അടുപ്പിച്ചൊക്കെ വരും. അണ്ണന്റെ മോട്ടിവേഷൻ അണ്ണ മിസ്സാക്കില്ലേ? ഇതെന്താ ഞാൻ തള്ളക്കി വിളിക്കുന്ന വീഡിയോ ആണ്. എടാ, അതിപ്പോ റിസൾട്ട് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും നമുക്കിത് വീണ്ടും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്, മനസ്സിലായോ? ഇതും കൊണ്ടൊന്നും തീരുന്നില്ല, നമുക്ക് ഇനിയും ട്രൈ ചെയ്യാം. എടാ, രാത്രിയിൽ ഇവനൊക്കെ കേറി തൂങ്ങുമെന്ന് വിചാരിച്ച് അയക്കണോ? ഇതൊക്കെ 2:51 AM കണ്ടില്ലേ? നമുക്ക് ചില സാധനങ്ങളുണ്ട് നമുക്ക് ഒരു വട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനത്തെ സാധനങ്ങളൊന്നും അല്ലല്ലോ ഇതിപ്പോ തോറ്റാലും ജയിച്ചാലും ഈ പറയണത് പോലെ ഇപ്പൊ നീ അത് ഫെയിൽ ആവുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ മാർക്ക് കുറയലാണെന്ന് നിനക്ക് തോന്നുവാണെങ്കിൽ ഇതിന്റെ ആവശ്യം നന്നായിട്ട് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം. ഓക്കെ ഡ്രീ. പക്ഷെ പയ്യൻ തോറ്റുപോയി. എല്ലാം എനിക്ക് അറിഞ്ഞൂടാ, ജയിച്ചോ തോറ്റോ എനിക്ക് അറിഞ്ഞൂടാ. അവൻ രാത്രി പേടിയാവുന്നു എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഇങ്ങനെ രാത്രി മെസ്സേജ് റിക്വസ്റ്റ് കണ്ടപ്പോ ഞാൻ ഈ പേടിയാവുന്നു എന്നുള്ള ഇതാ കണ്ട. അപ്പൊ ഇനി എന്തെങ്കിലും പ്രശ്നമാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിട്ടേ നോക്കിയത് എടുത്ത് വെച്ച്. ഗീഗൽ പ്രോ സ്കിപ്പാക്കല്ലേ അണ്ണ, കുറെ റിയാക്ഷൻ തരാൻ ബിഗ് ഡ്രീം അണ്ണ. എന്തൊരു പാട്ടായത്. പാട്ട് രാവണപ്രഭുലാന്ന്. രാവണപ്രഭു ആ രാജാവ് തന്ന വെളിച്ചമാണ് ഇത്. അതിനേക്കാൾ കിടിലൻ ട്രാക്ക് ഇത്. നിങ്ങളെല്ലാവരെയും ഇന്നെന്റെ മുന്നിൽ എത്തിച്ചെന്റെ ദേവാസുരോ? ദേവദൂതൻ. ദേവദൂതന്റെ ദേവാസുരോ? പുതിയ സിംഫണി ടർഫ് തുടങ്ങിയോ? ഇല്ലല്ലോ, ഇല്ലില്ല. തുടങ്ങിയോ? നോക്കിയടാ. നമുക്ക് 2 ടർഫ് ഉണ്ടോടാ? 2 ഉണ്ട് ചേട്ടാ. അവന്റെ പേര് ദക്ഷനാ. ഇപ്പൊ കണ്ടോ ചെറുങ്ങനെ ഇങ്ങോട്ട് വളർന്നു വരട്ടെ. അടിപൊളി 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 അടിപൊളി. ഇഗ്നോർ ചെയ്തോട്ടോ. എന്താ കേട്ടില്ല. ദക്ഷ പേര് നോക്കടാ പയ്യന്റെ. ദക്ഷോ? അങ്ങനെ. ശരിയാ ദക്ഷ്. ഈഗിൾ ബ്രോ, ഒരു ഹെൽപ്പ് കൂടി. താഴെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടേ, അതൊരു സ്പെഷ്യൽ റിക്വസ്റ്റ് ആണേ, ഒന്ന് കാണൂ. സ്പെഷ്യൽ റിക്വസ്റ്റ് ബോബിന്റെ അല്ലേ? ഫാൻ മെയ്ഡ് ആണ്. BVK ഫുൾ ഫോം ബോക്സ്റ്റാർ വെട്രിക്കഴകം. അപ്പോ
നമ്മൾ ഇന്ന് 3 പേരെ ഉള്ളെങ്കിലും നാളെ നമ്മൾ 30 ആവും, 300 ആവും, 3 ലക്ഷം ആവും, 3 കോടി ആവും. എല്ലാരും വന്നല്ലേ നിങ്ങൾക്ക് ലൈവ് തന്നെ. ഞാൻ ഫീൽഡ് ഔട്ടായി ഇതിലിറങ്ങലേ. ഞാൻ എന്നോட കരിയറിലെ ഉച്ചത്തിൽ നിന്നിട്ടാണ് ഞാൻ ഇതിലൂടെ ഇറങ്ങണേ. ഓക്കെ, എന്നോட കരിയറിൻ ഉച്ചത്തെ ബോബി, ഞാനൊരു കാര്യം ചോദിച്ചാൽ ഓണസ്റ്റ് ആയിട്ട് മറുപടി പറയണം. ടിവിക്ക് കേരളത്തിൽ വന്നാൽ നീ ടിവിക്ക് സപ്പോർട്ട് ചെയ്യോ? പിന്നെ ഉറപ്പാണോ? എന്തെങ്കിലും മാറ്റം വരണ്ടേ? കൊറേ പേര് സപ്പോർട്ട് ചെയ്യും. നീ ചാറ്റ് ചോദിച്ചു ടിവിക്ക് കേരളത്തിൽ വന്നാൽ നിങ്ങൾക്ക് ടിവിക്ക് സപ്പോർട്ട് ചെയ്യോ? ഞാൻ കൊറേ പേര് സപ്പോർട്ട് ചെയ്യും. കണ്ടോ, കൊറേ പേര് സപ്പോർട്ട് ചെയ്യും. ഞാൻ ഒരു കാര്യം പറയടാ, ഞാൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാ ശരിക്കും പറഞ്ഞ. അതായത് എന്റെ ഫാമിലി എല്ലാം ഭയങ്കര ഇതാ, എന്നുവെച്ചാ എല്ലാരും കമ്മ്യൂണിസ്റ്റ് റിലേറ്റഡ് ആയിട്ട് വന്നു. ഞാൻ മറ്റേ 10ാം ക്ലാസ് തൊട്ട് SFIയുടെ പ്രസിഡന്റ്, സെക്രട്ടറി അതൊക്കെ ആയിരുന്നു. കോളേജിൽ +2 എല്ലാത്തിലും ഇതായിരുന്നു. മറ്റേ ഇവിടുത്തെ എല്ലാ രീതിയിലും എന്റെ ഫാമിലി ഇവിടെ എല്ലാവർക്കും അറിയാം. പക്ഷെ ഞാൻ പറയണെന്ന് വെച്ചാൽ എന്താണെങ്കിലും നമുക്ക് ഇത് കുറെ ഈ റിപ്പീറ്റഡ് ലൂപ്പായിട്ട് വരുന്ന സാധനം അല്ലാതെ എന്തെങ്കിലുമൊക്കെ പുതുതായിട്ട് കുറെ കാര്യങ്ങൾ കൊണ്ടുവരണം, എന്തെങ്കിലുമൊക്കെ ചെയ്ത് കാണിക്കണം. അത് ഏത് പാർട്ടിയാണെങ്കിലും സപ്പോർട്ട് ചെയ്യും. പക്ഷെ അത്രേ ഉള്ളൂ. മനസ്സിലായി, എനിക്ക് അത്രേ ഉള്ളൂ. എന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരണം നമുക്ക്, അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ എനിക്ക് അങ്ങനെ ഇന്ന പാർട്ടിയെ മാത്രമേ സപ്പോർട്ട് ചെയ്യൂ എന്നുള്ളൊരു കാര്യമില്ല. ഞാൻ ഗൈസ് ഈ കമ്മ്യൂണിസ്റ്റ് മറ്റേ ഈ പിണറായി വിജയന്റെ ഒരു സാറിന്റെ ഒരു വീഡിയോയ്ക്കകത്ത് ഒരു കമന്റ് ഇട്ടായിരുന്നു. അതിന്റെ അടിയിൽ എന്തൊക്കെ വേറെ വന്നെന്ന് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. നീ മറ്റേ ഇതായിരുന്നു, എന്തോ കമ്മ്യൂണിസ്റ്റുകാരെ എന്തോ പറയുമല്ലോ, എന്തോ കമ്മിയായിരുന്നു, അടിമയായിരുന്നു. അങ്ങനൊന്നും ഇല്ല ബ്രോ. എനിക്ക് എല്ലാ നേതാക്കന്മാരോടും എല്ലാ പൊളിറ്റിക്കൽ പാർട്ടിയോടും റെസ്പെക്ട് ഉണ്ട്. പക്ഷെ നല്ലത് ചെയ്യുന്ന ആരാണോ അവരെ എൻകറേജ് ചെയ്യാൻ ഞാൻ ഒരിക്കലും ഇതാക്കിയിട്ടില്ല. അങ്ങനത്തെ ഒരു സീനൊന്നുമില്ല. വേണ്ട പാർട്ടി വേണ്ട ഐഡി വേണ്ട, പാർട്ടി സംസാരം നമുക്ക് വേണ്ട. ഇത് 6-ാമത്താണോ ഇത്? ടർഫ് ബ്രാവോ അല്ലേ? ടർഫ് തുടങ്ങിയില്ലല്ലോ, തുടങ്ങിയിട്ടില്ല. ചുമ്മാ പറയോ കള്ളന്മാര്. എന്താ കാര്യം എന്താ? അതെ ഇവിടെ ഉണ്ട് കേട്ടാ. ടർഫ് തുടങ്ങിയ ബ്രാവോ തൽക്കാലം ഇവന്മാരുടെ വണ്ടി എടുക്കാൻ പറ. അയ്യോ, അത് ലൈവ് പ്ലേ ആയതാ. വിശ്വസിച്ച് നീ പറഞ്ഞില്ലടാ. ഞാൻ അത് ലൈവ് പ്ലേ ആയതാ. ഞാൻ ഇവിടെ വന്നത് പെട്ടെന്ന്. ഹലോ അളിയൻ ദേഷ്യപ്പെടരുത്. ഇത് ആ കിളവിയല്ല. പിന്നെ ആര്? നിന്റെ അമ്മൂമ്മേ? ഇത് മറ്റൊരു കിളവി. എടി നിനക്ക് പറ്റൂലേ കളഞ്ഞിട്ട് പോടേ. കൊറേ സമയമായിട്ട് കളിയാക്കണ്. കളിക്ക പുല്ല്. നിനക്കെന്നെ മനസ്സിലായടേ? നീ SI നീ SI എന്ത് പിടിച്ചില്ലേ? എന്താ നിനക്ക് എന്നെ പിടിച്ചില്ലേ? പണ്ടും നിന്നെ എന്തെങ്കിലും ഒരു കാര്യത്തിന് കൂട്ടിയിട്ടുണ്ടോ? ഇറണക്കേട് അച്ചിട്ടോ കളിക്ക. രണ്ടെണ്ണം പിടിപ്പിക്കാം അല്ലേ? അല്ല പിന്നെ ഒന്നുമില്ല. എടാ, ഒരു പോലീസ് ഇൻസ്പെക്ടർ ആയപ്പോഴെങ്കിലും നീ ഒന്ന് നന്നാവുമെന്ന് ഞാൻ വിചാരിച്ചു. എനിക്ക് തെറ്റിപ്പോടാ. ഇവരുടെ ഈ കോംബോ പറഞ്ഞ ഒരു സമയത്ത് മിസ്സായതിനു ശേഷം പിന്നെ വന്നത് അറബി ഒട്ടകോമ്പി അത് എന്ത് ഫിലിമായിരുന്നു. ചിരിച്ച് ചത്ത് ഈ മറ്റേ സ്പോണ്ടേനിയസ് കോമഡി എന്നൊക്കെ പറയൂലേ, ആ സാധനം നമ്മള് ചിരിച്ച് അടപ്പളയ പടം. അതൊക്കെ അതായത് പഴയതല്ല ഞാൻ പറഞ്ഞ, അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് വന്നതാണ്. ഫസ്റ്റ് ഡേ ഫുൾ നേക്കടൊന്നും കാണാൻ നോക്കൂല. കണ്ട് സത്യം സത്യം. ഈ കേസ് ഞാൻ കണ്ടുപിടിച്ചില്ലെങ്കിൽ എന്റെ പേര് പട്ടി കിട്ടും. അതിന് പട്ടിയും കൂടെ സമ്മതിക്കണ്ടല്ലേ? അറിയാം, നമ്മുടെ വീട്ടിലെ പട്ടിക്ക് KP എന്നായിരുന്നു പേരിട്ട. പട്ടി എടുത്ത് കടിച്ചു കൊന്നു. ഊതാതെ. ഹലോ, കേക്കാം. എടാ പുല്ലേ, കൂടുതൽ ചളവാക്കാ. നീ പോരെ. എ ഫ്രണ്ട് ഇൻ നീഡ് ഈസ് എ ഫ്രണ്ട്. അതുകൊണ്ടാ ഇവൻ ഒരു മണ്ടൻ. നിന്റെ അച്ഛൻ
നീ ഒരു ഉപകാരം ചെയ്യോ? ആ ഡ്രൈവിംഗ് സീറ്റിലോട്ട് കയറി ഞാൻ ദാ ഇവിടെ ഇങ്ങനെ കിടക്കാം. നീ ആ ബസ് എടുത്ത് എന്നെ നെഞ്ചത്തൂടെ കയറ്റി ഇറങ്ങണം. പുല്ലേ സോറി, അയ്യണ സോറി. സാധനം വരുന്നതൊക്കെ അല്ലേ. നീലിന്റെ വീഡിയോ എവിടെ മിസ് ചെയ്ത്? അയ്യോ ഇതാണ് ഒരു ഫ്രണ്ട് ട്രിപ്പ് ഒരു ബാക്ക് ട്രിപ്പ് വെച്ചാലും അത് ഓറയാവൂല്ലേ? സ്റ്റാർട്ടായിരുന്നു എല്ലാരും ചാറ്റിൽ എല്ലാരും സ്കിപ്പ് എന്ന് പറയണം. Skip ഞാൻ ചാറ്റ് പറഞ്ഞ ഭയങ്കര അനുസരിക്കണം. ഞാൻ ചാറ്റ് നോക്കി കഴിക്കാറുള്ള ചാറ്റ്. എടാ ടർഫ് സ്റ്റാർട്ടായി ഈകളെ. കൊള്ളാം, ബിലോ ആവറേജ് വീഡിയോ. എടാ ടർഫ് സ്റ്റാർട്ടായെന്ന്. ഇടും.